വിശാല മനസ്കനെ സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയി. പോയത് പോട്ടടാ. ഈ നാട്ടിൽ വേറെ കമ്പനി ഇല്ലേ? അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പലചരക്ക് കടയിൽ 500 രൂപ, പാലിന്റെ കാശ്, 2 മാസത്തെ വാടക, ഇനി വല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം. ഭക്ഷണം ഭക്ഷണം ഈ ഒറ്റ ചിന്തയേ ഉള്ളൂ. എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം. എന്താ ഇട മുന്നോട്ട് നീങ്ങാനുള്ള അടുത്ത മാർഗം എന്തെന്ന് കണ്ടുപിടിക്കേ. ഭക്ഷണം. അതാ നിന്റെ ഭാവി ഭാര്യ. ഉള്ള കഞ്ഞിയിൽ മണ്ണുമാരിയിട്ട സാമദ്രോഹി പോകുന്നതാ. കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി. ഞാൻ ആഫീസിൽ പോയിരുന്നു. അമ്മാവ ഞങ്ങളെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ വാടക കുറിച്ച് കൂടി തന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയട്ടെ. അയ്യോ, അമ്മാവും കൂടെ ഞങ്ങളെ പുറത്താക്കിയ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ വാടക തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? അമ്മാവ ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. മരിക്കണതിന്റെ തലേ ദിവസം ഓർഡർ വരും. എടോ, നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ. ഇക്കാലത്ത് 4 അക്ഷരം പഠിച്ചോ അവൻ പോക്ക. മണ്ണി നോക്കുന്നവനും കല്ലുടയ്ക്കുന്നവനൊക്കെ ഇന്നത്തെ കൂലി എന്താണെന്നറിയാമോ? മക്കളെ, സർക്കാർ ഉദ്യോഗസ്ഥന് വായും പൊളിച്ചു നിൽക്കുന്നവൻ മൂഢനാ. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് 4 കാശുണ്ടാക്കാൻ നോക്കും. അങ്ങനെ അങ്ങ് തറയാകാൻ നോക്കുവോ? കരിങ്കല്ല് ചുമക്കുക എന്നൊക്കെ പറഞ്ഞ അതിനു വേണ്ടിയാ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത്. കരിങ്കല്ല് ചുമക്കൽ മാത്രമല്ലല്ലോ ജോലി. ബാങ്കിൽ നിന്നൊക്കെ വായ്പ കിട്ടില്ലേ? ഇപ്പൊ ഈ തൊഴിലില്ലാത്തവന് തൊഴിൽ തുടങ്ങാൻ 25,000 രൂപ വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് വല്ല ചെറുകിട വ്യവസായം തുടങ്ങാൻ നോക്ക്. ബാങ്ക് വായ്പയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്ക് കിട്ടും അമ്മാവ. ഞാൻ മേടിച്ചു തരാം. വായ്പ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ അത് പ്രയാസമാണ്. അങ്ങനെ പറയരുത് സാർ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. നല്ല സത്യസന്ധരായ പിള്ളേരാ. പണിക്കരെ, ഈ ഡിസ്ട്രിക്റ്റിൽ ഇടപാട് നിർത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ മലപ്പുറം, വയനാട്, കണ്ണൂർ തുടങ്ങിയ പിന്നോക്ക ജില്ലകളിലെ രക്ഷയുള്ളൂ. അയ്യോ, അവിടെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല സാറേ. ഈ ചെറുകിട വ്യവസായം അല്ലാതെ വേറെ വല്ല പദ്ധതി ഉണ്ടോ? പണിക്കരുടെ ആൾക്കാരായതുകൊണ്ട് നടപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. 25,000 50,000 ഒന്നും സാധ്യമുള്ള കാര്യമല്ല. പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു 10,000 രൂപ ഞാൻ ഏർപ്പാടാക്കി തരാം. അയ്യേ, അഭ്യസ്തവിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ വേറെ പദ്ധതിയില്ല. പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ. ഒന്നും കൊണ്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സാർ, ഒരു മിനിറ്റ്. എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ? വല്ല വിചാരം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവണതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. 10,000 10,000 മേടിച്ചെടുക്കാൻ നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല 1-ാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറവറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ? 2 എണ്ണത്തിന് ഞാൻ തരാം. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ, പണിക്കരമ്മാവൻ പറഞ്ഞത് പോട്ട്, ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടയ്ക്കേണ്ടത് 50 രൂപ. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ. കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2,100 രൂപ മിച്ചം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. അത് ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. അയാളും കൂടെ എവിടെ പോവാന്ന്. പോയേ. ചാത്തേട്ടൻ, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്കാ എഴുതിയിട്ടാ? പശുക്കൾക്കാ.
എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4 10 50 100 1000 നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. ആഹാഹാഹാ. അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വര രക്ഷിക്കണേ. അകിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന 40-50 നടപ്പുള്ള കാര്യമല്ല സാർമാരെ. കാലത്തും വൈകിട്ടും കൂടി 10-12 കിട്ടിയ ഭാഗ്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അധികം പാലിട്ടാനുള്ള വഴി തീരില്ല. അങ്ങനെയല്ലല്ലോ പണിക്കരമ്മാവൻ പറഞ്ഞത്. എന്നാ അങ്ങോട്ട് ഒന്ന് നടക്കാൻ പറ. അതെ, ആക്ച്വലി ഇതിപ്പോ എത്ര ലിറ്റർ കാണും? 6 ലിറ്റർ ഉണ്ടാവും. അയ്യോ, ചുരുങ്ങിയതൊരു 10 ലിറ്ററെങ്കിലും രാഘവേട്ടന്റെ കടയിൽ കൊടുത്തേ പറ്റൂ. ബാക്കി വെള്ളം ചേർത്താ മതി. തമ്മുണ്ടാവില്ലടോ, അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. എന്നാ ഞാൻ ഈവനിങ് വരാം. വിജയ, ഇതിപ്പോ ഒരു 8 ലിറ്ററെങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം. ചേർക്കാം. ആദ്യത്തെ കറവയായതുകൊണ്ട് പാലിത്തിരി കുറവാ രാഘവേട്ട. 8 ലിറ്ററേ ഉള്ളൂ. പക്ഷെ ശുദ്ധമായ പശുവിന്റെ പാലായതുകൊണ്ട് 10ന്റെ ഗുണം ചെയ്യും. ഒരു കച്ചവടം എന്ന് വെച്ചാ വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം. ഇന്ന് ഒരു ദിവസത്തേക്ക്, പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 ലിറ്റർ കറന്നു തരാം. തരണം. വേറെ പാലിയാൻ നിർത്തിയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി. കുഴപ്പമില്ല. അപ്പൊ ഒരു 40 രൂപ ഇങ്ങനെ. പശുക്കൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ, നല്ല പോഷകാഹാരം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറ പോയി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്തു പറ്റി? പച്ചവെള്ളം ഞങ്ങളുടെ കിണറ്റിലും വേണ്ടോളം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. കടയിലോട്ട് വരാൻ പറഞ്ഞു. വന്നില്ലേ നാട്ടുകാരും കൂട്ടി അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു. നീ ആ രൂപ ഇങ്ങെടുത്തേ. ഇങ്ങെടുത്തേ. അതെ, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് അച്ഛൻ്റെ കൊടുത്തേക്ക് മോനെ. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ. ബാങ്കിൽ നിന്ന് കാശ് വാങ്ങി തന്നിട്ട് എന്നെ കള്ളനാക്കി എന്റെ വെക്കിട്ട് കയറാൻ പറ്റുന്നോ? തൊഴുത്ത് മാറി കെട്ടിയാൽ ഏത് പശുവായാലും 3-4 ദിവസത്തേക്ക് അത്ര ചെറുത്തു. അങ്ങനെ ചെറുത്തുന്ന പശുവിനെ ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കും. അമ്മാവ, ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു. ആ കറവക്കാരനോടെ ഇത്തിരി നെയ്യും കൂട്ടി നല്ലോണം പിഴിഞ്ഞ് കറക്കാൻ പറയാം. അതൊക്കെ പറഞ്ഞതാ. ഇനിയും പറ. എന്നാ നിങ്ങൾ വന്ന് കറക്ക്. അതേ, നിന്റെ മറ്റവനോട് പറഞ്ഞോ. തന്നോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ആരാ വിജയൻ? ബാങ്ക് മാനേജർ ചെല്ലാൻ പറഞ്ഞു. തവണ മുടക്കിയ പശുക്കളെ ജപ്തി. ഓ, ബാങ്കിൽ നിന്നാണ്. ഞങ്ങൾ നാളെ വന്ന് അടച്ചോളാം. ഡെയിലി അടയ്ക്കാവുന്നല്ലേ വ്യവസ്ഥ? ആ വ്യവസ്ഥക്കനുസരിച്ച് പാല് കിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് അറിയണ്ട. ഈ ജപ്തി ചെയ്ത് കളയും എന്ന് പറഞ്ഞ് വിരട്ടൊന്നരുത്. ഈ പശു വ്യവസായത്തിൽ തൊഴുത്ത് കെട്ടാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഒരു കൂട്ടു വ്യവസായമാകുമ്പോൾ നഷ്ടം വന്നാൽ 2 പാർട്ടീസും സഹിക്കണം. ബാങ്കിനെ വെട്ടിക്കാനാണോ ഉദ്ദേശം? ഉദ്ദേശമല്ല, പരിസ്ഥിതി. കുഴപ്പമില്ല, ഞങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നീ അയാളോട് കയർത്ത് സംസാരിച്ചത് തീരെ ശരിയായില്ല. നടപടി വല്ലതും വന്നാൽ നിനക്ക് പേടിക്കാനില്ലല്ലോ. ലോൺ എന്റെ പേരിലല്ലേ. എന്നെ ജയിലിൽ കയറ്റാനുള്ള ആഗ്രഹം നിനക്ക്.
എടാ ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവൻ, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. പാലിന്റെ അളവ് അന്നന്ന് പുറകോട്ടാ. എന്റെ കറവിന്റെ തരാറാണെങ്കിൽ വേറെ ആളെ നോക്കിക്കും. എന്റെ കൂടി എന്നത് എത്ര ലിറ്റർ ഉണ്ടാവും? 4 ഉണ്ടാവും. 4? പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒടുവിൽ പശുവിന്റെ പോലെ ചോര വരാൻ തുടങ്ങി. ഞാൻ പോട്ടെ, എന്റെ കൂലിതാ. എല്ലാം കൂടി നാളെ തരാം. നാളെ തരണ്ട, കുഴപ്പമില്ല. ഈ പാല് ഞാൻ കൊണ്ടുപോകും. തോന്നിവാസം കാണിക്കരുത്. റേഷനേജ് വാങ്ങാൻ എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. എല്ലാത്തിനും കാരണം നീയാ. അതെ, നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ. അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാല. വരൾച്ച, അണക്കെട്ട് ചോർച്ച, പവർക്കെട്ട്, തമിഴ് പുലി, ആകെ കുഴപ്പ. എന്നാലും നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? അത്രയ്ക്ക് വേണ്ട. അത്രയ്ക്കും വേണ്ടായിരുന്നു. ജന്തുക്കള് ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നത് ഞാനങ്ങ് തിന്നു. അത് ശരി. അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്. സർവ്വ ലക്ഷണങ്ങളും ഒത്ത പശുക്കളാ. കാലത്ത് 20 ലിറ്റർ, വൈകുന്നേരം 20 ലിറ്റർ. കറന്ന് കാണിച്ചു തരാവോ? കറവക്കാരൻ വന്നില്ല, അതുകൊണ്ടാ. പിന്നെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും? മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കണം. തത്വം നല്ലതാ, പക്ഷെ പശുക്കട അകിട് കണ്ട നിങ്ങൾ നുണ പറയാന്നേ തോന്നുന്നു. ഓ, അത് ശരി. എന്നാ നിങ്ങൾ പോയാട്ടെ, നിങ്ങൾക്ക് വിൽക്കുന്നില്ല. അല്ല, സത്യമായിട്ടും കറവ എത്രയുണ്ട്? നിങ്ങൾക്ക് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇയാളെ എവിടുത്തുകാരുണ്ടാ? 20 ലിറ്റർ പോലും. വടം വിജയ, ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കാം. അപ്പൊ ഒന്നുമില്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട് വിടണം. നാട് വിടാനോ? സാധാരണ നാടല്ല ദാസ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫിൽ പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. അത് ബാങ്കിനെ വഞ്ചിക്കലാവില്ലേ? ആ, ശരിയാ. എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. അതുകൊണ്ട് നീ എതിര് പറയരുത്. വിജയ, അത് നീ വരുന്നോ ഇല്ലയോ, നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കടത്താമെന്ന് ഗഫൂർ കേറ്റ് കഴിഞ്ഞിരിക്കുക. ഏത് ഗഫൂർക്കാ? അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമൊന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും വഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടുമെന്ന് അത് തന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ടേ. കേട്ടിന് എനിക്കുണ്ട്. പക്ഷെ നീന്തണം. നീന്ത്? ആ, കടലിൽ നീന്തണം. അപ്പൊ ഈ ലോഞ്ച് കരയ്ക്കടുക്കില്ലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. പിന്നെ കഷ്ടൊരു ഫർലോങ് നീന്തണം. അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ? അതിന് അറബി പോലീസിലെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. 2 അറബിന്റെ ഡ്രസ്സ് കരുതണം. അതെന്തിനാണാവോ? കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായ എടുത്തിട്ടോളി. അറബിക്കുപ്പായക്കാരന് ഏത് പോലീസാണ് പിടിക്കുക? അതെ. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമു 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 അലൈക്കും അലൈക്കും. വ അലൈക്കും വ അലൈക്കും മുസ്സലാം. ഉസലാം. മതി. പിന്നെ 7-ാം തീയതി ഉരു പുറപ്പെടുന്നതാണ്. പൈസ കൊണ്ട് പോന്നോളി. അല്ല ഗഫൂർക്ക, ഒരു പക്ഷേ പിടിച്ചു പോയാൽ? ആരെ പിടിക്കാൻ? ഇവിടെ പിടിക്കും എന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരെയും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി. നിങ്ങളെ ആരും പിടിക്കില്ല. പിടിക്കൂല. ഗഫൂറാണ് പറയണത്. ധൈര്യമായിട്ട് പോ. എന്നിട്ട് 7-ാം തീയതി പൈസ ആയിട്ട് പോവാ.
പ്രശ്നമല്ല